അപ്പോൾ ഈ തിരക്കുകൾക്കിടയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ പിന്നെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും സംഭവങ്ങളുണ്ടാകും. എനിക്ക് ഫസ്റ്റ് അത് കാണിച്ചത് എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഞാൻ കണ്ടൊരു സംഭവമാണ്. ഒരുപാട് പേര്, അതായത് ഞാൻ കുറച്ച് മുമ്പ് എൻ്റെ വീട്ടിൽ ഡോഗ്സിനെ വളർത്തുന്നതിനെക്കുറിച്ച്, എന്തിന് ഞാൻ വളർത്തുന്നു, എന്ത് കാരണത്താൽ ഞാൻ വളർത്തുന്നു, എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു സംഭവം കംപ്ലീറ്റ് വിശദീകരിച്ച് എൻ്റെ ഒരു വ്ളോഗ് എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഞാൻ ഇട്ടിട്ടുള്ളതാണ്. അത് എന്തിനിട്ടു, എങ്ങനെ ഇട്ടു എന്നുള്ള കാര്യങ്ങൾ എൻ്റെ ഓഡിയൻസിന് വ്യക്തമായി അറിയാം. പക്ഷേ എന്നാലും ക്ലാരിറ്റി ലഭിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തിനാണ് ഡോഗ്സിനെ വളർത്തുന്നത്, ഞാൻ എവിടെയും ഇതാണ് അതാണ് ഞാൻ പറയുന്നില്ല. ഞാൻ എന്തുകൊണ്ട് ഇസ്ലാം ഇതിനെ അനുവദനീയമാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം മാത്രമാണ് ഞാനവിടെ പറഞ്ഞത്. അപ്പോൾ ഇത് വളച്ചൊടിച്ചും തിരിച്ചൊടിച്ചും ഒരുപാട് പേര് റിയാക്ട് ചെയ്ത് വീഡിയോ ഇടുന്ന കണ്ടു. അതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻറ്റ്സ് കണ്ടു, ഹനാൻ റിപ്ലൈ കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഞാൻ ബേസിക്കലി എനിക്ക് എല്ലാവരോടും, നമ്മളെ ഓഡിയൻസിനോട് പറയാനുള്ളത്, നമ്മളെ കണ്ടന്റ് നമ്മളെ ഓഡിയൻസിന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരിക്കലും ഞാൻ എൻ്റെ കണ്ടന്റ് ലൈഫ് തുടങ്ങിയിട്ട് ഇതുവരെ മറ്റൊരാളെ കുറ്റോ അല്ലെങ്കിൽ ഒരു പ്രശ്നം പബ്ലിക്കിൽ ഇട്ട് കൊടുത്തിട്ട്, അല്ലെങ്കിൽ മറ്റൊരാൾ എന്തെങ്കിലും എനിക്കെതിരെ പറയുന്ന ഒരു സാധനം പബ്ലിക്കിൽ ഇട്ട് കൊടുത്തിട്ട് അയാൾക്കെതിരെ സംസാരിക്കണത് എൻ്റെ കണ്ടന്റായി മാറേണ്ട അത്ര ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ അൽഹംദുലില്ലാ എനിക്കില്ല. കാരണം ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയാലും അങ്ങോട്ട് ഇറങ്ങിയാലും ഏത് ഭാഗത്തേക്ക് ഇറങ്ങിയാലും എനിക്ക് കണ്ടന്റ് കിട്ടാൻ ഒരു കുഴപ്പമില്ല. ഓരോ ദിവസം ഓരോ വ്ളോഗ് വെച്ചിട്ടും 10 ഷോർട്സ് വെച്ചിട്ടും ഏകദേശം എത്രയോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും കാര്യങ്ങളുള്ളവർക്ക് വ്യക്തമായിട്ട് ആ വ്ളോഗിൽ ഞാൻ എന്തിന് ഡോഗ്സിനെ വളർത്തണം എന്നുള്ള കാര്യം പറഞ്ഞാണ്. പിന്നെ റിയാക്ട് ചെയ്യണമല്ലൊക്കെ റിയാക്ട് ചെയ്യുക, എന്തെങ്കിലും ഇഷ്ടത്തിന് ചെയ്യുക. പക്ഷേങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഒരു സാധനത്തിനെ കുറിച്ച് നിങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു വലിയൊരു വീഡിയോയിൽ 35 മിനിറ്റിൻ്റെ വലിയൊരു വീഡിയോയിൽ 3.5-4 മിനിറ്റ് പ്രതിപാദിച്ച ഒരു കാര്യത്തിൻ്റെ 3 സെക്കൻഡ് നിങ്ങൾ എടുത്ത് കൊണ്ടുപോയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്കിടയിൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് വേറെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കട്ട് ചെയ്യണമല്ലോ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ഒന്നുകിലും മുഴുവൻ വീഡിയോ കാണുക, ഇതിൻ്റെ കൂടെ സംസാരിക്കണമല്ലോ മുഴുവൻ വീഡിയോ കണ്ടിട്ട് എന്തിനതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ള കാര്യം പറയാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ബേസിക്കലി എനിക്ക് ഇതിന് ചെവി കൊടുക്കാനോ ഇതിന് റിയാക്ട് ചെയ്യാനോ ഇവർക്കെതിരെ പിന്നാലെ ഓടാനോ, പിന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു എനിക്ക് ഈസി ആയിട്ട് അതിനെക്കുറിച്ച് ഈ ചെയ്യാത്ത കാര്യങ്ങളടക്കം അവർ പറഞ്ഞിട്ടുണ്ടാക്കണം. എനിക്ക് ഈസി ആയിട്ട് ഡിഫമേഷന് കേസ് കൊടുക്കാനും, ഡിഫമേഷന് കേസ് കൊടുത്താൽ എത്ര ദിവസം അതിൻ്റെ പിന്നാലെ അങ്ങോട്ടും കൊണ്ടും നടക്കണം. പിന്നെ എനിക്ക് ഒന്നാമത് അതിന് നേരില്ല, ഞാൻ പറഞ്ഞില്ല, പരിപാടിൻ്റെ ലിസ്റ്റ് ഞാൻ കാണിച്ചു തന്നു. 10-15 ദിവസം അടുപ്പിച്ച് പരിപാടിയുള്ള എനിക്ക് ഒന്നാമത് ഇതിൻ്റെ പിന്നാലെ നടക്കാൻ ടൈമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ളതും ഞാൻ എന്താണ് അവിടെ ഉൾക്കൊള്ളിച്ചതെന്നുള്ളതും എൻ്റെ ഓഡിയൻസിനും എൻ്റെ ആൾക്കാർക്കും എൻ്റെ പടച്ചോനും വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അത്ര എനിക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ച് പറയാനുള്ളൂ.